എല്ലാവർക്കും സിവിൽ ടോക്സിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓട്ടോക്യാഡിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓട്ടോക്യാഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓട്ടോക്യാഡിൻ്റെ ബേസിക്സ്, പിന്നെ അതുപോലെ ബേസിക് കമാൻഡ്സ്, ഷോർട്ട് കട്ട് കീസ്, ഫങ്ഷൻസ് കീ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ക്യാഡ്? ക്യാഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലേ. എന്ത് 2D അല്ലെങ്കിൽ 3D മോഡൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ക്യാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്യാഡിൻ്റെ ഫുൾ ഫോം എന്താണ്? ക്യാഡ് മീൻസ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫുൾ ഫോം ഓഫ് ക്യാഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ദെൻ ക്യാഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് ഓട്ടോഡെസ്ക് ആണ്. അതൊരു അമേരിക്കൻ മൾട്ടിനാഷണൽ സോഫ്റ്റ്വെയർ ആണ് ക്യാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് ഫസ്റ്റ് റിലീസ് ചെയ്തത് ഡിസംബർ 1982 ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് അത് റിലീസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇറ്റ് അലൗസ് ഡിസൈനർ ടു പ്രിപ്പയർ ബ്ലൂ പ്രിന്റ് ആൻഡ് അതർ പ്ലാൻസ്. ഓക്കെ, ഇതൊക്കെയാണ് ക്യാഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക്സ്. ദെൻ ഇതാണ് നമുക്കറിയാം, ക്യാഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീൻ അല്ലേ. ഇതിൽ ഏറ്റവും ലെഫ്റ്റ് കോർണറിൽ, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമ്മൾ കാണുന്ന ഈ എ ഷേപ്പിൽ കാണുന്ന ഈ ഐക്കണിനെയാണ് മെനു ബാർ എന്ന് പറയുന്നത്. ഓക്കെ, മെനു ബാർ എന്ന് പറയുന്നത് എന്താണ്? മെനു ബാർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ, ന്യൂ, എക്സ്പോർട്ട്, പ്രിന്റ്, സേവ് ആസ്, പബ്ലിഷ്, ഇതുപോലുള്ള കുറേ ഐക്കൺസ് കാണാൻ പറ്റും. ഓക്കെ, ദെൻ മെനു ബാറിനോട് ചേർന്ന് കിടക്കുന്ന, ടോപ്പിൽ തന്നെ ലെഫ്റ്റ് കോർണറിൽ ചേർന്ന് കിടക്കുന്ന ഒരു ടൂൾ ബാർ ആണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. മെനു ബാറിൽ നമ്മൾ കാണുന്ന ന്യൂ, അതുപോലെ ഓപ്പൺ, സേവ് ആസ്, ഫയൽ, അതെല്ലാം ആ ഐക്കൺസ് എല്ലാം ക്വിക്ക്ലി ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഇതിലുള്ള ഈ ഒരു ടൂൾ പാലറ്റ് എന്ന് പറയുന്നതാണ് റിബൺ എന്ന് പറയുന്നത്. അതായത് ഈ ലെഫ്റ്റ് സൈഡ് മുതൽ റൈറ്റ് സൈഡ് വരെ ഈ വിൻഡോയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഇത്രയും പോർഷൻ, ഈ ഒരു പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? റിബൺ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് പാനൽസ് റെപ്രസെന്റിങ് ഗ്രൂപ്പ് ഓഫ് ടൂൾസ് ആൻഡ് ഫീച്ചേഴ്സ്. അതായത് ലൈൻ, പോളി ലൈൻ, സർക്കിൾ ആർക്ക്, അതേപോലുള്ള ഒരുപാട് സെറ്റ് ഓഫ് ടൂൾസ് ആണ് ഈ റിബൺ എന്ന് പറയുന്ന പോർഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഈസ് ഇൻഫോർമേഷൻ സെന്റർ. ഇതാണ് ഇൻഫോർമേഷൻ സെന്റർ. ടോപ്പ് റൈറ്റ് കോർണറിലായിട്ടാണ് ഇൻഫോർമേഷൻ സെന്റർ കാണുന്നത് അല്ലേ. നമുക്കവിടെ ഏതെങ്കിലും കീവേഡോ ഫ്രേസസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇത് നമുക്കറിയാം, ഡ്രോയിങ് ഏരിയ അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വ്യൂ ക്യൂബ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഡയറക്ഷൻസ് ഉണ്ട്. നമുക്ക് കൂടുതലും ഇത് ഉപകാരപ്പെടുന്നത് 3D ഡ്രോയിങ്സ് ചെയ്യുന്ന സമയത്താണ്. നമുക്ക് ഡ്രോയിങ്ങിന്റെ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം ഒക്കെ ടോപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ നമുക്ക് പറ്റും. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത്. ഇതാണ് നാവിഗേഷൻ ബാർ. നാവിഗേഷൻ ബാറിൽ എന്താണ്? സൂമിൻ, അതുപോലെ പാൻ, സ്ലോ മോഷൻ, അങ്ങനെയൊക്കെ ഉള്ള ഐക്കൺസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഓക്കെ, ആൻഡ് നമുക്കിപ്പോൾ നാവിഗേഷൻ ബാർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ വിൻഡോയിൽ അത് ഡിസ്പ്ലേ ഓൺ ചെയ്തിടാം, ഓഫ് ചെയ്തിടാം. അതിന് വേണ്ടിയിട്ട് നാവ് ബാർ ഡിസ്പ്ലേ എന്ന് ടൈപ്പ് ചെയ്തിട്ട് 1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, നാവ് ബാർ ഡിസ്പ്ലേ എന്ന് ടൈപ്പ് ചെയ്യുക, ആൻഡ് സൈഡിൽ 1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. അപ്പം നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യാൻ, ഇത് ഓൺ ചെയ്തിടാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് UCS. UCS മീൻസ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇത് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഡ്രോയിങ്ങിന്റെ ഓറിയന്റേഷൻ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് UCS അല്ലേ. പിന്നെന്താണുള്ളത്? കമാൻഡ് ലൈൻ. ഈ കമാൻഡ് ലൈനിൽ നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ഉള്ളതാണ് എന്ത്? സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. ഏറ്റവും ബോട്ടം റൈറ്റ് കോർണറിൽ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിലാണ് നമുക്ക് ഗ്രിഡ്, സ്നാപ്പ്, സ്നാപ്പ്, അതായത് ഒബ്ജക്ട് സ്നാപ്പ്,
പോളാർ ട്രാക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഒരു ഓട്ടോകാഡിന്റെ മൊത്തത്തിലുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. അതിൽ ആദ്യം ഗ്രിഡ് ആണ്. ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രീവിയസ് വിൻഡോയിൽ, ഈ കാണുന്നതാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഈ പാറ്റേൺസ് ഓഫ് ഡോട്ട്സ് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ പാറ്റേൺസ് ഓഫ് ഡോട്ട്സ് ആണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓൺ ചെയ്തിടാം, അതുപോലെ ഓഫ് ചെയ്തിടാനും പറ്റും. ഓക്കെ, ഗ്രിഡ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ റെഫറൻസ് ഗ്രിഡ് ഓഫ് ഡോട്ട്സ് വിത്ത് എനി ഡിസൈർഡ് സ്പേസിംഗ്. നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള സ്പേസിംഗിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ദിസ് വിഷ്വൽ ഡിസ്പ്ലേ പ്രൊവൈഡ് എ സെൻസ് ഓഫ് ദി സൈസ് ഓഫ് ഡ്രോയിങ് എൻറ്റിറ്റീസ് ആൻഡ് their relationship. It never considered as the part of drawing and cannot be printed or plotted. അത് ഡ്രോയിങ്ങിന്റെ പാർട്ടല്ല, നമുക്ക് പ്രിന്റ് ചെയ്യാനോ പ്ലോട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല. നമുക്ക് ഡ്രോയിങ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് സൈസ് ഓഫ് ദി ഡ്രോയിങ് ഒരു ഈസി വേയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രിഡ്സ് കൊടുക്കുന്നത്. അത് നമുക്ക് ഓൺ ചെയ്തിടാനും ഓഫ് ചെയ്തിടാനും സാധിക്കും. അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള സ്പേസിങ് ഡിസൈൻ, നമുക്ക് ആവശ്യമുള്ള സ്പേസിങ്ങിലേക്ക് അത് സെറ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഈസ് സ്നാപ്പ്. Snap is used to lock the movement of crosshairs of the pointing device to the nearest grid point. അതായത് സ്നാപ്പ് ഓൺ ആണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് പോസിബിൾ ആയിരിക്കില്ല. ഒരു ഗ്രിഡ് റെഫറൻസ് പോയിന്റിൽ നിന്ന് മറ്റൊരു ഗ്രിഡ് റെഫറൻസ് പോയിന്റിലേക്കായിരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് സ്നാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. നെക്സ്റ്റ് ഈസ് O snap. O snap means object snap. Object snap is used to pick a geometric point of an object, which defines endpoint, midpoint, center, etc. for any geometry. നമ്മളൊരു ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ മിഡ് പോയിന്റ് അറിയണം, അല്ലെങ്കിൽ എൻഡ് പോയിന്റ്സ് അറിയണം, സെന്റർ അറിയണം. അതിന് ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ചെയ്തിട്ടാൽ മതി. അപ്പൊ അതിൽ നമുക്കത് വിസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഓർത്തോ. ഓർത്തോ ഈസ് യൂസ്ഡ് ടു കൺസ്ട്രെയിൻ ദ മൂവ്മെന്റ് ഓഫ് കഴ്സർ either in horizontal or vertical direction, used to draw പെർപെൻഡിക്കുലർ ലൈൻസ്. നമുക്ക് ഒന്നില്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അല്ലെങ്കിൽ വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ആണ് ഇത് ലൈൻസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓർത്തോ ഓൺ ആണെങ്കിൽ. അതായത് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, കറക്റ്റ് 90 ഡിഗ്രിയിലൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർത്തോ എന്ന് പറയുന്ന കീ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പോളാർ ട്രാക്കിംഗ്. പോളാർ ട്രാക്കിംഗ് റെസ്ട്രിക്ട്സ് ദ കഴ്സർ മൂവ്മെന്റ് ടു സ്പെസിഫൈഡ് ആംഗിൾസ്. ഓൾറെഡി ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഏതെങ്കിലും ആംഗിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് ആംഗിൾ നമുക്ക് ലൈൻസ് കഴ്സർ മൂവ് ചെയ്യാൻ സാധിക്കും പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്തിട്ടേക്കുവാണെങ്കിൽ. ഓക്കെ, ദെൻ ഇനി നമുക്ക് അറിയേണ്ടത് ഡ്രോയിങ് ലിമിറ്റ്സ്. ലിമിറ്റ്സ് എന്താണെന്നുള്ളതാണ്. ഡ്രോയിങ് ലിമിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് റെപ്രസെന്റ് ദ ബൗണ്ടറി ഓഫ് ഡ്രോയിങ്. ലിമിറ്റ് കമാൻഡ് യൂസ്ഡ് ടു സെറ്റ് ഡ്രോയിങ് ബൗണ്ടറീസ്. ഓക്കെ, അതായത് നമുക്ക് ഒരു ഡ്രോയിങ്, നമുക്ക് വരയ്ക്കുന്ന ആ ഒരു പോർഷൻ, നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് കമാൻഡ് യൂസ് ചെയ്യാം? ലിമിറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ യൂണിറ്റ്സ്. UN എന്നാണ് അതിൻ്റെ കീ, ഷോർട്ട് കീ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ടു സെറ്റ് യൂണിറ്റ്സ് ഓഫ് ലീനിയർ ആൻഡ് ആംഗുലാർ മെഷർമെന്റ്സ്. നമുക്ക് ഇപ്പൊ സെന്റിമീറ്ററിലാണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ ഡെസിമൽസിൽ, അങ്ങനെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അങ്ങനെ പല ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് ഓട്ടോകാഡിന്റെ ബേസിക് കമാൻഡ്സ് ആണ്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. L ഫോർ എന്താണ്? യൂസ്ഡ് ഫോർ മേക്കിംഗ് സിമ്പിൾ ലൈൻസ്. സിമ്പിൾ ലൈൻസിനാണ് L എന്ന് പറയുന്നത്. XL എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ്, അതായത് ലൈൻസ് വിത്ത് ഇൻഫിനിറ്റ് എൻഡ്സ്, അതാണ് XL. ദെൻ C എന്ന് പറയുന്നത് എന്താണ്? യൂസ്ഡ് ഫോർ മേക്കിംഗ് സർക്കിൾ. സർക്കിളിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് C. ദെൻ PL ഈസ് ഫോർ പോളിലൈൻ, റെക് ഫോർ റെക്ടാങ്കിൾ, പോൾ മീൻസ് പോളിഗൺ. പോളിഗണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിനിമം 3 സൈഡുള്ള പോളിഗണും മാക്സിമം 1024 സൈഡ്സ് ഉള്ള പോളിഗണുമാണ് ഓട്ടോകാഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. മിനിമം 3 സൈഡ്സ് ആൻഡ് മാക്സിമം ഓഫ് 1024 സൈഡ്സ്. ദെൻ ARC, ആർക്ക് എന്ന് പറയുന്നത് ആർക്ക് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. എലിപ്സ് ഈസ് യൂസ്ഡ് ടു മേക്ക് ആൻ എലിപ്സ് വിത്ത് മേജർ ആൻഡ് മൈനർ ആക്സസ്. ദെൻ REG, this command is used to make എന്താണ്? Region geometry. Okay, REG, region geometry in AutoCAD. Then TR എന്താണ്? Is for trimming a geometry. ഒരു geometry trim ചെയ്യണമെങ്കിൽ, അതിൽ ഒരു സ്പെസിഫൈഡ് പോർഷൻ നമുക്ക് ട്രിം ചെയ്ത് കളയണമെങ്കിൽ ഏതാണ്? TR. Then OP means open options window.
ഓപ്ഷൻസ് വിൻഡോ, അതാണ് OP, ഓപ്ഷൻസ് വിൻഡോ, which contains most of the settings of AutoCAD. AutoCAD settings ഒക്കെ ഉള്ളത് ഓപ്ഷൻസ് വിൻഡോയിലാണ്. Then B for creating blocks. B for blocks. Okay. The property of the block can be defined using the block definition window. Then P is pan. P for pan. Pan. നമുക്കറിയാലോ, നമുക്ക് ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും അല്ലെ, പാൻ ഓൺ ആണെങ്കിൽ. പാൻ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നാവിഗേഷൻ ബാറിലാണ് പാൻ അവൈലബിൾ ആയിട്ടുള്ളത്. That's a parameter with grips to a dynamic block definition. Next is I. I for insert an existing block or a drawing as a block in AutoCAD. Insert an existing block. Insert എന്നുള്ളതാണ് I സൂചിപ്പിക്കുന്നത്. Then ST for എന്താണ്? Text style window. ST for text style window. Okay, text style window which control the properties of the default AutoCAD text style. Text style available ആയിട്ടുള്ളതാണ് ടെക്സ്റ്റ് സ്റ്റൈൽ വിൻഡോയിൽ. അതിനുള്ള കമാൻഡ് ആണ് ST. Then LA for layer ആണ്. LA for layer. This command can be used to open layer properties, manage palette, which is a tool for creating and managing layers in the drawing. Drawingil layers create ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് LA അല്ലെങ്കിൽ ലെയർ പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് ആണ് LA എന്ന് പറയുന്നത്. Then EXP, export. EXP for export. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സേവ് ചെയ്യുക. ഒബ്ജക്റ്റിനെ ഒരു ഡിഫറെന്റ് ഫയൽ ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് കൊടുക്കുന്നത്. ദെൻ എക്സിറ്റ്. എക്സിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്വിറ്റ് ചെയ്യുക, ഒരു എക്സിസ്റ്റ് ചെയ്യുക, പ്രോഗ്രാമിനെ എക്സിസ്റ്റ് ചെയ്യുക. ദെൻ DO, ഡു നോട്ട് ക്രിയേറ്റ് എ ഫിൽഡ് സർക്കിൾ ഓർ എ വൈഡ് റിംഗ്. ഓക്കെ, DO for ഡു നോട്ട്. ദെൻ CLI. CLI മീൻസ് എന്താണ്? കമാൻഡ് ലൈൻ. കമാൻഡ് ലൈൻ, അതാണ് CLI, കമാൻഡ് ലൈൻ. അതായത് കമാൻഡ് ലൈൻ വിൻഡോ ഓപ്പൺ ചെയ്തിരുന്നതിന് വേണ്ടിയിട്ട്, ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് CLI എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ML. ML for M line. M line ക്രിയേറ്റ്സ് മൾട്ടിപ്പിൾ പാരലൽ ലൈൻസ്. അതാണ് M line എന്ന് പറയുന്നത്. Z for zoom. നമുക്കറിയാലോ, മാഗ്നിഫിക്കേഷൻ ഓഫ് ദ വ്യൂ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് zoom. ഫോർ സൂം ഓളിന്, ഇനിയിപ്പോൾ സൂം ഓൾ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ Z എൻ്റർ A എൻ്റർ ചെയ്യാം. ഇവിടെ Z എൻ്റർ ചെയ്താൽ മതി സൂമിന്. ഫോർ സൂം ഓൾ Z എൻ്റർ A എൻ്റർ ചെയ്യണം. ദെൻ T എന്ന് പറയുന്നത് M ടെക്സ്റ്റ്, അതായത് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഒബ്ജക്ട്സ്. അതാണ് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഒബ്ജക്ട്സ് ആണ് T എന്ന് പറയുന്നത്. ദെൻ SPL ഫോർ സ്പ്ലൈൻ. സ്പ്ലൈൻ എന്ന് പറയുന്നതാണ് സ്മൂത്ത് കർവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സ്മൂത്ത് കർവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്പ്ലൈൻ. H for hatch. H for hatch. Hatch എന്താണ്? നമുക്കറിയാലോ, ഇങ്ങനെ ഹാച്ചസ് കൊടുക്കൂലേ, ഇങ്ങനെ, അതായത് ഫിൽ ആൻഡ് എൻക്ലോസ്ഡ് ഏരിയ ഓർ സെലക്ടഡ് ഒബ്ജക്ട് വിത്ത് എ ഹാച്ച് പാറ്റേൺ, അല്ലെങ്കിൽ സോളിഡ് ഫിൽ ഓർ ഗ്രേഡിയന്റ് ഫിൽ. പല ടൈപ്പ് ഹാച്ചസ് നമുക്ക് എന്താണ് ഓപ്ഷൻസിൽ ഉണ്ടാവും അല്ലെ, അതനുസരിച്ചിട്ട് നമുക്ക് ഏതാണോ എന്നുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, H for hatch. Then GD for gradient. GD for gradient. Gradient means fill an enclosed area or selected object with a gradient fill. Okay, gradient കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. Then TB for table. Okay, create an empty table object. അതിനാണ് TB എന്ന് പറയുന്ന കമാൻഡ്, ടേബിൾ. ഓക്കെ, ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ബേസിക് കമാൻഡ്സ് എന്ന് പറയുന്നത് ഓട്ടോകാഡിന്റെ. ഇനി അടുത്തത് മോഡിഫൈയിങ് കമാൻഡ്സ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ്ങിനെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ഏതൊക്കെയാണെന്നാണ്. E for erase, അതായത് ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡ്രോയിങ്ങിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് ആണ് E for erase. Then CO for copy. Copy, ഒരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസിൽ, ഒരു സ്പെസിഫൈഡ് ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് CO എന്ന് പറയുന്നത്. ദെൻ ഏരിയക്ക് നമ്മൾ AA ആണ് കൊടുക്കുന്നത്. AA എന്ന് പറയുന്ന കമാൻഡാണ് ഏരിയക്ക്. Calculate the area and perimeter of objects of a or a defined areas. ഒരു ഏരിയ, അതിന്റെ ഏരിയ, അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിന്റെ ഏരിയ അല്ലെങ്കിൽ അതിന്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് AA എന്ന് പറയുന്ന കമാൻഡ്. ദെൻ മൂവ്, അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് M എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സ്പെസിഫൈഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് M. ദെൻ MI for mirror. MI for mirror, അതായത് മിറേർഡ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ MI കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മിറർ ഒബ്ജക്റ്റ് നമുക്ക് സ്ക്രീനിൽ കിട്ടും. ഓക്കെ, അതാണ് മിറർ അല്ലെങ്കിൽ MI എന്ന് പറയുന്നത്. ദെൻ AR, അതായത് അറേ. AR for array.
creates multiple copies of objects in a pattern. ഇപ്പൊ നമ്മൾ ഒരു സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് അതുപോലെ ഒരേ പാറ്റേണിൽ നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നമുക്ക് അറേ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ റെക്ടാങ്കുലർ അറേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇങ്ങനെ വരച്ചു, ആ ഒബ്ജക്റ്റിന്റെ സിമിലർ ഒരേ ഒരു സെയിം എന്താ പറയാ ഒരേ പാറ്റേണിൽ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അറേ കൊടുക്കാവുന്നതാണ്. അപ്പൊ റെക്ടാങ്കുലർ അറേ എന്ന് പറയുന്നത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും, ഇനി പോളാർ അറേ എന്ന് പറയുമ്പോൾ സർക്കുലാർ ഡയറക്ഷനിൽ നമുക്ക് സിമിലർ ഒബ്ജക്റ്റ് ഇങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഓക്കെ, ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ സർക്കുലാർ ഡയറക്ഷനിൽ സിമിലർ ഒബ്ജക്ട്സ് നമുക്ക് അറേ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് പോളാർ അറേയും ചെയ്യാം, റെക്ടാങ്കുലർ അറേയും ചെയ്യാം. ഓക്കെ, ദെൻ O for offset, അത് നമുക്കറിയാലോ. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് പാരലൽ ആയിട്ട് ഒരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസിൽ ഒരുപാട് ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കോൺസെൻട്രിക് സർക്കിൾസ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓഫ്സെറ്റ് അല്ലെങ്കിൽ O എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ദെൻ R for rotate. Rotate means rotate the objects around a base point. ബേസ് പോയിന്റ് നിർത്തി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് റൊട്ടേറ്റിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് RO. Then SC for scale. SC for scale. ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എൻലാർജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. അതിന് വേണ്ടി ഡിഫറെന്റ് സ്കെയിൽസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സ്കെയിലിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് SC എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് TR. നമ്മൾ ഓൾറെഡി ട്രിം എന്ന് പറഞ്ഞായിരുന്നു. ഇതൊരു മോഡിഫൈങ് കമാൻഡ് ആയതുകൊണ്ടാണ് അഗൈൻ ഈ ഒരു സെഷനിൽ വന്നത്. അതായത് TR ഫോർ ട്രിം. ഇപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റിനെ, അതായത് ഇപ്പൊ ഇപ്പം നമ്മൾ വരയ്ക്കുന്നതിനിടയിൽ കണ്ടോ ഇത്രയും ഇങ്ങനെ വരച്ചു. അപ്പൊ നമുക്കിത് ഇത്രയും പോർഷൻ നമുക്ക് റിമൂവ് ചെയ്തൊക്കെ കളയണമെങ്കിൽ നമുക്ക് ട്രിം കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ലൈൻ ബ്രേക്ക് ആയി ഇത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പൊ അതാണ് ട്രിം എന്ന് പറയുന്നത്. ഓക്കെ, അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ TP ഫോർ ടൂൾ പാലറ്റ്സ്. ടൂൾ പാലറ്റ്സ്, നമുക്ക് ടൂൾ പാലറ്റ്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് TP എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് EX. EX means extend. EX means extend. Extend objects to meet the edges of other objects. ഒരു ലൈനിലേക്ക് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് EX യൂസ് ചെയ്യാം. ദെൻ EXT ഫോർ എക്സ്ട്രൂഡ്. അപ്പൊ EXT എന്ന് പറയുന്നത് ഇപ്പൊ എക്സ്റ്റെൻഡിലും EX ആണെന്ന് ഓർക്കുക, എക്സ്ട്രൂഡില് EXT. ഓക്കെ, മാറിപ്പോരുത്. ദെൻ എക്സ്റ്റെൻഡ് ദ ഡയമെൻഷൻ ഓഫ് 2D ഒബ്ജക്ട്സ് ഓർ 3D ഫേസ് ഇൻ ടു 3D സ്പേസ്. എക്സ്ട്രൂഡ് എന്ന് പറയുന്നത് ഒരു 2Dനെ 3D ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അതിന് വോളിയം കൂടെ കൊടുക്കും. അതാണ് എക്സ്ട്രൂഡ് എന്ന് പറയുന്ന കമാൻഡ്, അല്ലെങ്കിൽ EXT എന്ന് പറയുന്ന കമാൻഡ്. ദെൻ X ഫോർ എക്സ്പ്ലോഡ്. അപ്പൊ ഇത് മൂന്നും തിരിയരുത്. എക്സ്റ്റെൻഡിന് EX, എക്സ്ട്രൂഡിന് EXT ആൻഡ് എക്സ്പ്ലോഡിന് X. ഓക്കെ, അപ്പൊ X മീൻസ് എന്താണ്? ബ്രേക്സ് എ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ഇൻ ടു കമ്പോണന്റ് ഒബ്ജക്ട്സ്. ഒരു കോമ്പൗണ്ട് ഒബ്ജക്റ്റിനെ പല കമ്പോണൻസ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റും എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ F ഫോർ ഫില്ലറ്റ് ആണ്. ഫില്ലറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ നമുക്ക് കണ്ടോ, ഇപ്പൊ നമുക്കതിനെ എന്താണ് ഒരു ഒബ്ജക്റ്റിന്റെ എഡ്ജസിനെ ഇപ്പൊ ഇതുപോലെ റൗണ്ടഡ് ആയിട്ട് മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫില്ലറ്റ് കൊടുത്താൽ മതി. ഈ ഒരു ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫില്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൗണ്ടഡ് ആയിട്ട് കിട്ടും. അതാണ് കണ്ടോ. It is used to add rounded corners to the sharp edges of the geometry. ഷാർപ്പ് എഡ്ജസിന് പകരം റൗണ്ടഡ് ഒരു കോർണർ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഫില്ലറ്റ് യൂസ് ചെയ്യാം. അടുത്തതാണ് ക്യാംഫേഴ്സ് എന്ന് പറയുന്നത്. ക്യാംഫേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റൗണ്ടഡ് കോർണേഴ്സ് ആണെങ്കിൽ ഇവിടെ എന്താണ്? സ്ലാൻഡ് എഡ്ജസ് ആണ്. അതായത് ഇപ്പൊ ഇതേപോലെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അതിന്റെ കോർണേഴ്സ് സ്ലാൻഡഡ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ സ്ലാൻഡ് എഡ്ജസ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഏത് കമാൻഡ് യൂസ് ചെയ്യാം? ക്യാംഫേഴ്സ് അല്ലെങ്കിൽ CHA. ആദ്യത്തെ 3 വേർഡ് CHA, ക്യാംഫർ, ആൻഡ് ഫില്ലറ്റിന് F. ഓക്കെ, നെക്സ്റ്റ് ഈസ് oops. oops means to restore last deleted objects. ലാസ്റ്റ് ഡിലീറ്റഡ് ഒബ്ജക്റ്റിനെ റീസ്റ്റോർ ചെയ്യണമെങ്കിലാണ് oops എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം oops എന്ന് പറയുന്ന ഒരു കമാൻഡും അണ്ടു എന്ന് പറയുന്ന ഒരു കമാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടു നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ എന്താണോ ചെയ്തത് അതിന് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും.
പക്ഷെ ഊപ്സ് എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ ഒരു സംഭവത്തിനെ നമ്മൾ മുന്നേ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ റീസ്റ്റോർ ചെയ്യാനാണ് എന്ത് ഊപ്സ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡിലീറ്റഡ് ഒബ്ജക്റ്റ്. ഓക്കെ, then purge to remove unused items. അതാണ് purge. Then br for break. break the selected objects between 2 points. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് br എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. Then div, അത് ഡിവൈഡ് ആണ്. creates evenly spaced point objects or blocks along the length or perimeter of an object. അതായത് ഒരു കറക്റ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാൻ ഒരു ഒബ്ജക്റ്റിനെ ഒരു നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഈ ഡിവൈഡ് എന്ന് പറയുന്ന div എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ഈവൻലി നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, then j for join similar objects to form a സിംഗിൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പല ഒബ്ജക്ട്സിനെ നമുക്ക് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. then s for stretch എന്ന് പറയുമ്പോൾ എന്താണ്, stretches objects crossed by a selection window or polygon. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഒരു പോർഷനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ എസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് കീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് Ctrl+0. അപ്പൊ സീറോ പോലെ, സീറോ എന്ന് പറയുമ്പോൾ നത്തിങ് അല്ലെ. അപ്പൊ ക്ലീൻ സ്ക്രീൻ, അതായത് സ്ക്രീനിനെ ക്ലിയർ ആക്കുക. അതായത് അതിൽ എന്താണ് ഒന്നും തന്നെ, അതായത് ടൂൾസ് അല്ലെങ്കിൽ പാലറ്റ്സ് ഇതൊന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ഒൺലി ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഹിഡൻ ആയിരിക്കും. പാലറ്റ്സ്, ടാബ്സ് ഇതെല്ലാം എന്തായിരിക്കും, ഹിഡൻ ആയിരിക്കും. ക്ലീൻ ആയിട്ടുള്ള സ്ക്രീൻ നമുക്ക് കിട്ടും. അതിനാണ് Ctrl+0. then Ctrl+1 എന്താണ്, പ്രോപ്പർട്ടി പാലറ്റ്. പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് Ctrl+1 കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, പ്രോപ്പർട്ടി പാലറ്റ് ഓപ്പൺ ചെയ്യും. അതിൽ ആ ഒബ്ജക്റ്റിന്റെ പല പല പ്രോപ്പർട്ടീസ് ഉണ്ടാവും. നമുക്കത് മോഡിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, ദെൻ PR എന്ന് പറയുന്ന കമന്റും എന്താണ്, പ്രോപ്പർട്ടി പാലറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, PR എന്ന് പറയുന്ന കമന്റ് കൊടുക്കാം, അല്ലെങ്കിൽ Ctrl+1 കൊടുക്കാം. ദെൻ Ctrl+2 എന്ന് പറയുന്നത് ഡിസൈൻ സെന്റർ പാലറ്റ് ആണ്. ഡിസൈൻ സെന്റർ പാലറ്റ് കണ്ടെയ്ൻസ് മെനി AutoCAD ബ്ലോക്കുകൾ ഉണ്ടാവും that can be used directly to your drawing. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ബ്ലോക്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ സെന്റർ പാലറ്റ് നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കീ ആണ് Ctrl+2 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് Ctrl+8 ഫോർ ക്വിക്ക് കാൽക്കുലേറ്റർ ബോക്സ് അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് Ctrl+8. then Ctrl+9 ഫോർ കമാൻഡ് ലൈനിന്റെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് Ctrl+9 കൊടുക്കുന്നത്. അപ്പൊ 0 ഫോർ ക്ലീൻ സ്ക്രീൻ, 1 ഫോർ പ്രോപ്പർട്ടി പാലറ്റ്, 2 ഫോർ ഡിസൈൻ സെന്റർ പാലറ്റ് ആൻഡ് 8 ഫോർ ക്വിക്ക് കാൽക്കുലേറ്റർ, 9 ഫോർ കമാൻഡ് ലൈൻ. ഓക്കെ, അപ്പൊ അത്രയും ഓർക്കുക. then next Ctrl+N ഫോർ ന്യൂ ഡ്രോയിങ്. ഒരു ന്യൂ ഡ്രോയിങ് ടാബ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് Ctrl+N ചെയ്യുന്നത്. Ctrl+S ഫോർ സേവ് ഡ്രോയിങ്, നമ്മുടെ ഡ്രോയിങ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് Ctrl+S and Ctrl+O for open drawing ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് Ctrl+O. ഓക്കെ, then Ctrl+Q for exit, അതായത് ക്വിറ്റ് ചെയ്യുക. അപ്പൊ Q ഓർക്കുക, അപ്പൊ എക്സിറ്റ് ചെയ്യുന്നതിന്. then Ctrl+A for select all objects, എല്ലാ ഒബ്ജക്ട്സ്, all objects. അപ്പൊ A for all objects, Q for exit. then C for copy objects. Okay, C for copy objects. Ctrl+K for insert hyperlink insert ചെയ്യുന്നതിന് വേണ്ടി. and X for എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. X for cut objects and V for paste objects. then Ctrl+Shift+C എന്താണ്, copy to clipboard with base point. then Ctrl+Shift+V എന്ന് പറയുന്നത് paste data as a block, ഒരു ബ്ലോക്ക് ആയിട്ട് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഈസ് Ctrl+EZ, അതായത് undo, the last action undo ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. +Y for redo the last action. പിന്നെ Ctrl+Shift+S for save drawing as ഒരു ന്യൂ ഫയൽ ആയിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് save as. Ctrl+S എന്തിനായിരുന്നു, അത് സേവിനും. Ctrl+Shift+S എന്തിനാണ്, സേവ് ആസിനും. ഓക്കെ, then ESC escape, അത് cancel the current command ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ കുറെയൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അല്ലെ. 0 for
ക്ലിയർ സ്ക്രീനിന് ക്ലീൻ സ്ക്രീനിന് വേണ്ടിയിട്ട് 1 for property palette, 2 for design center palette, 8 for calculator, 9 for command line. Then N for new file, S for save, then O for open, then Q for exit, quit, then A for all objects select ചെയ്യുന്നതിന് വേണ്ടി, C for copy, K for insert hyperlink, X for cut, V for paste, shift plus C ആണെങ്കിൽ കോപ്പി ആയിട്ട് ക്ലിപ്ബോർഡ് ഒരു ബ്ലോക്കിലേക്ക് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഷിഫ്റ്റ് പ്ലസ് ബി ആണെങ്കിൽ പേസ്റ്റ് ചെയ്യുക, ബ്ലോക്ക് ആയിട്ട് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, Z for undo, Y for redo, പിന്നെ ഷിഫ്റ്റ് പ്ലസ് എസ് ആണെങ്കിൽ സേവ് ആസ്, ദെൻ ESC എസ്കേപ്പ്, അതായത് കറന്റ് ക്യാൻസൽ കറന്റ് കമാൻഡ്. ഓക്കെ, ഇനി നമുക്ക് ഫങ്ഷൻസ് കീ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻ കീ ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. F1 മുതൽ F12 വരെ ഉണ്ട്. ഓക്കെ, F1 for help, ഡിസ്പ്ലേ ഹെൽപ്പ്, F2 for toggle text screen appear ചെയ്യുന്നതിന് വേണ്ടിയിട്ട് F2, F3 for toggle object snap mode, O snapന് വേണ്ടിയിട്ട് F3, F4 for 3D O snap, F5 for isoplane, F6 for dynamic user coordinate system, F7 for grid mode, F8 for ortho mode, F9 for snap mode, F10 for polar mode, F11 for object snap tracking, F12 for dynamic input mode. ഓക്കെ, അപ്പൊ F1 എന്താണ് ഹെൽപ്പ്, F2 ടെക്സ്റ്റ് സ്ക്രീൻ, പിന്നെ F3 F4 ഓർക്കുക, ഇത് ഒബ്ജക്ട് സ്നാപ്പ്, ഇത് 3D ഒബ്ജക്ട് സ്നാപ്പ്. അപ്പൊ F3 for ഒബ്ജക്ട് സ്നാപ്പ്, F4 for 3D ഒബ്ജക്ട് സ്നാപ്പ്, പിന്നെ F5 ഐസോപ്ലെയിൻ, F6 ഡൈനാമിക് UCS, പിന്നെ F7 ഗ്രിഡ്, F8 ഓർത്തോ, F9 സ്നാപ്പ്, പിന്നെ F10 ഉം F11 ഉം ട്രാക്കിംഗ്, അതായത് ഒന്ന് പോളാർ ട്രാക്കിംഗ്, ഒന്ന് ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ്, ദെൻ F12 for ഡൈനാമിക് ഇൻപുട്ട് മോഡ്. ഓക്കെ, ഇതൊക്കെയാണ് ഓട്ടോക്യാഡിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഇനി ഓട്ടോക്യാഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.